ഒരു മനുഷ്യനെ ജീവനോടെ ഖബറെടുക്കുക, എന്നിട്ട് പിറ്റേ ദിവസം ആ ഖബറ് കുഴിച്ചിട്ട് പുറത്തെടുക്കുക. ഇത് നടക്കുന്നത് റാണിഗഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, വെസ്റ്റ് ബംഗാളില്. ഇത് ഏത് കമ്മ്യൂണിറ്റിന്റെ ആചാരാണ് അനാചാരാണെന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം അധികം കേട്ടുകേൾവിയില്ലാത്ത, ഞാൻ മുഹറം ഈ പ്രാവശ്യത്തെ മുഹറത്തിന് നോർത്ത് ഇന്ത്യയിലായിരുന്നു. പല വെറൈറ്റീസ്, അല്ലാതെ ഭയാനകരമായ പല വേർഷൻസും തിലകം പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭയാനകമായ ഒന്നിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഫസ്റ്റ് ടൈമാണ്. മുഹറം 9, 10 തീയതികളിൽ ഭയങ്കരമായിട്ടുള്ള പ്രൊസഷൻസും നെഞ്ചത്തട്ടിയും നിലവിളിയും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അവര് റെപ്രസെന്റ് ചെയ്യുന്നത് ഇമാം ഹുസൈനാണ്. അപ്പോ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് കർബലയില് രക്തസാക്ഷിയായ ഹുസൈൻ എന്ന അവരെ ഖബറെടുക്കുകയാണ്. എന്നിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് മൂടി ബന്ദവസാക്കി വെക്കും. എന്നിട്ട് 10-ാം തീയതി അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും, മരിച്ചിട്ടില്ല എന്നതിനെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചടങ്ങാണ് ഇവിടെ. അത് വലിയ രീതിയിലാണ് അവിടെ കൊണ്ടാടുന്നത് കേട്ടോ. എല്ലാ പോലീസും പട്ടാളക്കാരും എല്ലാവരും വന്നിട്ട് അതിനെ എന്താ പറയാ അനുഗ്രഹം തേടി, ആ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ എല്ലാരെയും അനുഗ്രഹിക്കുക. ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് എല്ലാവരും അവിടെ വരുന്നത്. അപ്പോ ഈ നരമുണ്ടോ ഖേല എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ 1-ാം ഭാഗം ഞാൻ ഇതിന്റെ ലാസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ഒരു പുസ്തകം കൊണ്ടൊന്നും ഇന്ത്യയിലുള്ള വിശ്വാസവും അന്ധവിശ്വാസവും തീരില്ല എന്ന്. സത്യം പറഞ്ഞ ഈ മുഹറം യാത്ര എനിക്ക് വലിയൊരു പുസ്തകം ആക്കാൻ മാത്രമുണ്ട്. കാരണം ഓരോ സ്പേസിൽ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോവുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളത് ഇതുപോലത്തെ റിച്വൽസ് അധികവും കണ്ടിട്ടുള്ളത് ഹിന്ദു കമ്മ്യൂണിറ്റീന്റെ ഇടയിലാണ്, അല്ലെ? കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലും ഹിന്ദു പോപ്പുലേഷൻ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും എനിക്ക് ഹിന്ദുക്കളെ കാര്യം മാത്രമേ കാണിക്കാറുള്ളൂ എന്ന്. പക്ഷെ കാരണം മെജോറിറ്റി ആൾക്കാർ അങ്ങനെ ആയതുകൊണ്ട്, ഹിന്ദുക്കളായതുകൊണ്ട് കൂടുതൽ റിച്വൽസും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു വേർഷൻ ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു 10 or 100 എപ്പിസോഡ്സ് വേണം നിങ്ങൾക്ക് ഞാൻ പ്ലേ ചെയ്തു തരാം. ഭയങ്കര ഭീകരമായിട്ടുള്ള കുട്ടികളെ, ഒരു സംഘം ആൾക്കാർ ചേർന്ന് കുട്ടികളെ ചവിട്ടുന്നതിന്റെ ഒരു റിച്വൽ ഉണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ വരിവരിക്ക് നിന്നിട്ട് ആൾക്കാർ അവരുടെ മുകളിൽ ചവിട്ടി പോകുന്നത്, തീ ചാടുന്നത്, തീ കുളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു ലോകം, മുഹറത്തിന്റെ ഒരു ലോകം തന്നെ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. അവർ പറയുന്നത് നിങ്ങൾ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ വേസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല ഇസ്ലാമിനോട്. എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുറിവെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഉണ്ടാക്കണ്ടേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ വിചാരിക്കുന്നത് നമ്മൾ ട്രൂ മുസ്ലിംസ് അല്ല എന്നാണ്. നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ചെങ്ങായിമാർക്ക് എന്ത് ഭ്രാന്താണെന്ന് നമ്മളും ചിന്തിക്കുന്നു, അല്ലേ?